ഹായ് ഫ്രണ്ട്സ്, ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. നമുക്ക് 50 മുതൽ 60 വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ, അതായത് സ്ക്വയേഴ്സ്, എങ്ങനെ എളുപ്പത്തിൽ കാണാം എന്ന് നോക്കാം. നമുക്കറിയാം 50ന്റെ സ്ക്വയർ എത്രയാണോ? 2500 ആണ് അല്ലെ. 60ന്റെ സ്ക്വയർ എത്രയാണോ? 3600 ആണ്. ഇനി ഞാൻ 51ന്റെ സ്ക്വയർ കാണാം. 51ന്റെ സ്ക്വയർ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് 5ന്റെ സ്ക്വയർ എഴുതുന്നു. 5ന്റെ സ്ക്വയർ എത്രയാ? 25. അതിന്റെ തൊട്ടടുത്ത സംഖ്യ ഒന്നല്ലേ ഇവിടെ ഉള്ളത്, ആ ഒന്ന് കൂട്ടുന്നു. 25ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 26. എന്നിട്ട് ഈ ഒന്നിന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥാനവിലകൾ കൊടുക്കണം അല്ലെ. അപ്പൊ 2601. നോക്കുക, 52ന്റെ സ്ക്വയർ കാണും. 5ന്റെ സ്ക്വയർ എത്രയാണോ? 25. ആ 25ന്റെ കൂടെ 2 കൂട്ടി 27. 2ന്റെ സ്ക്വയർ എത്രയാ? 04 അല്ലേ. 53ന്റെ സ്ക്വയർ കാണും. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 3ഉം 28. 3ന്റെ സ്ക്വയർ 09. ഇനി നോക്കുക, 54ന്റെ സ്ക്വയർ കാണണം. 5ന്റെ സ്ക്വയർ 25. 4ഉം 29. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് സ്ഥാനവിലകൾ വന്നു അല്ലെ. സ്ഥാനവിലകൾ വരാത്തതിന് എക്സ്ട്രാ നമ്മൾ ഒരു 0 ചേർത്തിട്ടുണ്ട്. നോക്കുക, 55ന്റെ സ്ക്വയർ. ഇത് കണ്ടുപിടിക്കാൻ വേറെയും എളുപ്പ വഴികളുണ്ട്. 5 വരുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കാണും. പക്ഷെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് നോക്കാം അല്ലെ. 5ന്റെ സ്ക്വയർ 25. അതിന്റെ കൂടെ ഈ 5 കൂട്ടി 25 5ഉം 30. എന്നിട്ട് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അത് എഴുതി വെച്ചു. അതേപോലെ 56ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25 ആണ്. 25ഉം 6ഉം 31. 6ന്റെ സ്ക്വയർ 36. ക്ലിയർ അല്ലേ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. കൂടുതൽ ടിപ്സ് വേണ്ടേ? ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.